വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത് കുറച്ച് റൂൾസ് ആണ്, എങ്ങനെയാണ് ചെസ്സ് കളിക്കുന്നത് എന്നുള്ള റൂൾസ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കഴിയുമ്പോൾ നിങ്ങൾക്ക് ഉറപ്പായും ചെസ്സ് കളിക്കാൻ പറ്റും. ഉറപ്പായും നിങ്ങൾക്ക് ചെസ്സ് കളിക്കാൻ പറ്റും. നിങ്ങൾക്ക് ചെസ്സിനെ പറ്റിയുള്ള എല്ലാ റൂൾസും ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞു തരും. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് ചെസ്സ് ജയിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ ബുദ്ധി ഉപയോഗിച്ച് ആ മൂവ്സ് എല്ലാം കറക്റ്റാണ് ചെയ്താൽ മതി. ഓക്കെ, അതാണ് ചെസ്സിൻ്റെ ലോജിക്ക്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇതിന്റെ അറേഞ്ച്മെന്റ് എങ്ങനെയാണ് കോയിൻസ് അറേഞ്ച് ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞുതരാം. ഞാനിപ്പോ ഒരു കളർ മാത്രമേ എടുത്തിട്ടുള്ളൂ, നമ്മൾ വൈറ്റ് മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ നോക്കാം. നമ്മുടെ ഫസ്റ്റ് സ്ക്വയറിൽ, ഇതിന് ഇത്ര നമ്മൾ സ്ക്വയർ എന്ന് പറയും. ഫസ്റ്റ് സ്ക്വയറിൽ റോക്കാണ് വെക്കേണ്ടത്. ഓക്കെ, ഇത് നമ്മൾ മലയാളത്തിൽ ആന എന്ന് പറയും. ഇതിന് ശേഷം നമ്മുടെ കുതിരയാണ് വെക്കേണ്ടത്, നമ്മുടെ നൈറ്റ്. ഓക്കെ, നൈറ്റിന് വയ്ക്കാം. ഇതിന് ശേഷം നമ്മുടെ മന്ത്രി, മലയാളത്തിൽ മന്ത്രി എന്നാണ് പറയാ, ഇംഗ്ലീഷിൽ ബിഷപ്പ്. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മുടെ ക്വീന്, കിങ്, പിന്നെയും പഴയ അതേ ഓർഡറിലാണ് ബിഷപ്പ്, നൈറ്റ്, റോക്ക്. ഓക്കെ, സിമ്പിൾ അറേഞ്ച്മെന്റ് ആണ്. നിങ്ങൾ ഒരു പ്രാവശ്യം കാണാതൊന്ന് അറേഞ്ച് ചെയ്താൽ മതി, നിങ്ങൾക്ക് പിന്നെ കറക്റ്റ് അറേഞ്ച് ചെയ്യാൻ പറ്റും. ഇതാണ് കറക്റ്റ് അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ഫ്രണ്ടിൽ, അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ പടയാളികളെ നമുക്ക് വയ്ക്കാം. ഓക്കെ, അപ്പോൾ അറേഞ്ച്മെന്റ് വളരെ സിമ്പിൾ ആണ്. ഇതാണ് അറേഞ്ച്മെന്റ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി മൂവ്സ് നോക്കാം. ഫസ്റ്റ് നമുക്ക് പോണിന്റെ മൂവ്സ് നോക്കാം. പോൺ നമുക്ക് ഫസ്റ്റ് അനക്കുമ്പോൾ, അതായത് ഫസ്റ്റ് നമ്മൾ ഇവിടുന്ന് എടുക്കുമ്പോൾ നമുക്ക് 2 സ്ക്വയർ കഴിഞ്ഞ് വയ്ക്കാവുന്നതാണ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഇവിടെ ഇരിക്കുകയാണ്. അപ്പോൾ 1 2 സ്ക്വയർ കഴിഞ്ഞ് നമുക്ക് വയ്ക്കാം. അതുപോലെ തന്നെ എല്ലാ പോണും ഫസ്റ്റ് മൂവിൽ 2 സ്ക്വയർ കഴിഞ്ഞ് നമുക്ക് വയ്ക്കാൻ പറ്റും. ഓക്കെ ഗൈസ്, പിന്നെ നമ്മുടെ പോണിന് വെർട്ടിക്കലായിട്ട് പോകാൻ പറ്റില്ല ഗൈസ്. വെർട്ടിക്കൽ മീൻസ് ഇപ്പൊ ഇത് ബ്ലാക്കിലാണ് നിൽക്കുന്നത്, ബ്ലാക്ക് സ്ക്വയറിൽ. അപ്പോൾ ഇതിന് ഈ സ്ക്വയറിൽ കൂടെ ഇങ്ങനെ പോകാൻ പറ്റില്ല ഗൈസ്. പക്ഷേ അതിന് വേറൊരു, ഇപ്പോൾ ഒരു എതിരാളി ഇരിക്കുകയാണെന്ന് വിചാരിക്കുക. ഇത് ബ്ലാക്കിലുള്ള റോക്കാണ്. ഇപ്പോൾ ഈ റോക്ക് ഈ സ്ക്വയറിൽ ഇരുന്നാൽ നമ്മളെ പോണിന് ഇങ്ങനെ വെട്ടാൻ കഴിയും. ഓക്കെ, അതാണ് നമ്മളെ പോണിന്റെ റൂള്. പക്ഷേ ഈ റോക്ക് ഇവിടെയാണ് ഇരിക്കുന്നുണ്ടെങ്കിൽ നമ്മളെ ഈ പോണിനൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഈ പോണിന് വെർട്ടിക്കലായിട്ട് വെട്ടാൻ കഴിയും. അതാണ് പോണിന്റെ റൂൾ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് പോണിന്റെ റൂള് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്കിനി അടുത്ത കോയിനുകളുടെ റൂൾ നോക്കാം. അടുത്തത് നമുക്ക് റൂക്കാണ്. ഓക്കെ, അപ്പോൾ റൂക്ക് സ്ട്രൈറ്റ് ആയിട്ട് മാത്രമേ പോകുള്ളൂ ഗൈസ്, റൂക്ക്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ പോണിനെ മാറ്റി കൊടുക്കാം. അത് മാറ്റാൻ അങ്ങനെ പറ്റിയില്ല, ഞാൻ നിങ്ങൾക്ക് ഇത് കാണിച്ചു തരാൻ വേണ്ടി മാറ്റിയതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് റോക്ക് നമ്മൾ ഫ്രണ്ടിലോട്ടും സൈഡിലോട്ടും മാത്രമേ പോകാൻ പറ്റൂ. നമുക്ക് വെർട്ടിക്കലായിട്ട് പോകാൻ പറ്റില്ല ഗൈസ്. ഇപ്പോൾ ഫ്രണ്ടിലോട്ടെന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ നമ്മുടെ റോക്ക് ഇവിടെയാണ് ഇരിക്കുന്നത് എങ്കിൽ നമുക്ക് നേരെ ഇവിടെ പോവാം ഗൈസ്. ഈ ഒരു ബ്ലാക്ക് സ്ക്വയറിൽ പോവാം. ഓക്കെ, അതെ, ഇവിടെ നിന്ന് നമുക്ക് നേരെ ഇവിടെ പോവാം. ഇവിടെ വേറെ കോയിൻസ് ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ നേരെ അവിടെ പോവാം. ഇപ്പോൾ ഇപ്പൊ നമുക്ക് കിങ് എടുക്കാം. ബ്ലാക്കില് നമ്മളെ കിങ് ഇവിടെ ഇരിക്കുകയാണെന്ന് വിചാരിക്കാം. എങ്കിൽ നമുക്ക് നമ്മുടെ റോക്ക് വെച്ച് വെട്ടാം ഗൈസ്. ഇത്രേ ഉള്ളൂ. ഇപ്പോൾ സിമ്പിൾ റൂളാണ് നമ്മുടെ റോക്കിൻ്റെത്. അപ്പോൾ നമുക്കിപ്പോൾ നമ്മുടെ റോക്ക് ഇവിടെ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് പോവാം. ഓക്കെ, പക്ഷെ സൈഡിലോട്ട് പോകാൻ പറ്റില്ല ഗൈസ്. അതാണ് നമ്മുടെ റോക്കിന്റെ റൂള്. എല്ലാം സിമ്പിൾ റൂളുകളാണ്. നിങ്ങളൊന്ന് പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് എളുപ്പമായിട്ട് കളിക്കാവുന്നതേ ഉള്ളൂ. അടുത്തതാണ് നമ്മുടെ നൈറ്റ്. ഓക്കെ, നൈറ്റ് എൽ ഷേപ്പിലാണ് ഗൈസ് പോകുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ വെച്ച് കാണിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല, അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് വയ്ക്കാം. ഓക്കെ, ഇതിപ്പോൾ നമ്മുടെ നൈറ്റ് ഇവിടെ ഇരിക്കുകയാണ് എങ്കിൽ ഇത് എൽ ഷേപ്പിലേ പോകുള്ളൂ ഗൈസ്. എൽ ഷേപ്പ് മീൻസ് ഇപ്പോൾ ഇവിടെ ഒരു സ്ക്വയർ ഉണ്ട്, ഇത് 2ാമത്തെ സ്ക്വയർ, ഇത് 3ാമത്തെ സ്ക്വയർ, 4ാമത്തെ സ്ക്വയർ. അപ്പോൾ ഇതാണ് എൽ. കണ്ടോ, എൽ. ഇങ്ങനെ പോകാം. പിന്നെ നമുക്ക് വേറെ എൽ ഷേപ്പ് ഇങ്ങനെ പോകാം. പിന്നെ നമുക്ക് ഇങ്ങനെ പോകാം. ഓക്കെ, അങ്ങനെ 3 രീതിയിൽ പോവാം. അപ്പോൾ ഞാനിപ്പോൾ ഈ രീതിയിൽ പോവുകയാണ്. ഇതാണ് എൽ മൂവ്മെന്റ് നമ്മുടെ നൈറ്റിന്റെ. ഇപ്പോൾ നമുക്ക് ഇവിടെ ഒരു എതിരാളി ഇരിക്കുകയെന്ന് വിചാരിക്കുക. നമുക്കൊരു പോണിന് ഏതെങ്കിലും എടുക്കാം. ഓക്കെ, നമ്മൾ രാജ്ഞി ഇവിടെ ഇരിക്കുകയാണ്. അപ്പോൾ നമുക്കിപ്പോൾ നമ്മുടെ കുതിരയെ വെച്ച് നമുക്ക് ഈസി ആയിട്ട് നമ്മളെ രാജ്ഞിയെ വെട്ടാം. പിന്നെ നമുക്ക് രാജ്ഞി ഇവിടെയാണ് ഇരിക്കുന്നതെങ്കിൽ നമുക്ക് ഇങ്ങനെ വെട്ടാം. ഓക്കെ, അതാണ് നൈറ്റിന്റെ റൂള്.
അടുത്താണ് നമ്മൾ ബിഷപ്പ്. ഓക്കെ, ബിഷപ്പ് നമുക്ക് ഈ വെർട്ടിക്കൽ മാത്രമേ പോവുള്ളൂ. ഓക്കെ, ഇപ്പോൾ ഇവിടെയാണ് ഇരിക്കുന്നത് ബിഷപ്പ്, ഈ വൈറ്റ് സ്ക്വയറിൽ. ഓക്കെ, ബിഷപ്പ് ദേ ഇങ്ങനെ ഈ ഒരു വെർട്ടിക്കൽ രീതിയിലേ പോവുള്ളൂ. എന്നിട്ട് നമ്മൾ ഇവിടെ വെച്ചാൽ പിന്നെ നമുക്ക് ഇങ്ങനെ പോകാം, പിന്നെ ഇങ്ങോട്ട് വരാം, ഇങ്ങനെ പോകാം, അങ്ങനെ വെർട്ടിക്കലിൽ മാത്രം പോകുന്നതാണ്. ഇപ്പൊ നമ്മളെ ബിഷപ്പ് ഇവിടെ ഇരിക്കുന്നു എന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ രാജ്ഞി ഇവിടെ ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മളെ ചാൻസ് ആണെങ്കിൽ നമുക്ക് ബിഷപ്പിനെ വെച്ച് രാജ്ഞിയെ വെട്ടാം, അല്ലെങ്കിൽ നമ്മളെ ഒപ്പോണന്റിന്റെ ചാൻസ് ആണെങ്കിൽ രാജ്ഞിയെ വെച്ച് നമ്മളെ ബിഷപ്പിനെ വെട്ടും. ഓക്കെ, അതാണ് ബിഷപ്പിന്റെ റൂള്, വെർട്ടിക്കൽ മാത്രം. ഓക്കെ, പിന്നെ നമുക്ക് കളർ മാറാൻ പറ്റില്ല. ഇപ്പോൾ ഇത് വൈറ്റിലാണ് ഇരുന്നത്, അപ്പോൾ നമുക്ക് വൈറ്റിൽ കൂടെ മാത്രമേ പോകാൻ പറ്റുള്ളൂ, ബ്ലാക്കിൽ കയറാൻ പറ്റില്ല. ഓക്കെ, ഇനി നമുക്ക് രണ്ടാൾ ബാക്കിയുണ്ട്, നമ്മുടെ രാജ്ഞി. ഗൈസ്, രാജ്ഞിയാണ് ഉള്ളതിൽ ഏറ്റവും സിമ്പിൾ റൂള്. ഗൈസ്, എങ്ങോട്ട് വേണോ രാജ്ഞിക്ക് പോകാം, എത്ര മൂവ് വേണോ ചെയ്യാം. ഓക്കെ, പിന്നെ ബിഷപ്പിന് ഒരു മൂവേ ചെയ്യാൻ പറ്റുള്ളൂ. ഗൈസ്, അത് ഞാൻ പറഞ്ഞില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് രാജ്ഞി ഫ്രണ്ടിലോട്ട് പോവാം, എത്ര വേണോ പോവാം. ബിഷപ്പിന് കുറേ മൂവ് ഉണ്ട്, അതായത് ഇപ്പോൾ ഒരറ്റത്തിൽ നിന്ന് വേറൊരറ്റത്തിൽ നിന്ന് പോവാം, അങ്ങനെ ചെയ്യാം നമ്മൾ രാജ്ഞിയെ പോലെ. പക്ഷെ അത് വെർട്ടിക്കലായിട്ട് മാത്രമേ പോവുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ രാജ്ഞി നമുക്ക് ഫ്രണ്ടിലോട്ട് എത്ര മൂവ് വേണോ പോവാം, ബാക്കിലോട്ട് എത്ര മൂവ് വേണോ പോവാം. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന സൈഡിലോട്ട് ഇതുവരെ പോവാം, സൈഡ് അല്ലെങ്കിൽ ഇതുവരെ പോവാം, പിന്നെ വെർട്ടിക്കലായിട്ട് എത്ര വേണോ പോവാം. അങ്ങനത്തെ റൂളാണ് നമ്മുടെ രാജ്ഞിക്ക്. ഓക്കെ, വളരെ എളുപ്പമായിട്ടുള്ള റൂളാണ്. നമുക്ക് കൂടുതൽ ഒപ്പോണൻസിനെ വെട്ടാൻ പറ്റുന്ന രാജ്ഞി ഉണ്ടായിരിക്കും. ഓക്കെ, പിന്നെ നമുക്ക് റോക്കും ഭയങ്കര ഹെൽപ്ഫുൾ ആണ് വെട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ, പിന്നെ നമ്മളെ ലാസ്റ്റ് നമ്മളെ കിങ്. കിങ് ഇപ്പൊ നമുക്ക് കിങ്ങിനെ ഇവിടെ വയ്ക്കാം. ഓക്കെ, കിങ് വെറും ഒരു സ്ക്വയറേ മൂവ് ചെയ്യുള്ളൂ. ഇപ്പൊ നമുക്ക് ബാക്കിലോട്ട് പോകുന്നെങ്കിൽ ഒരു സ്ക്വയർ, ഫ്രണ്ടിലോട്ട് പോകുന്നതിൽ ഒരു സ്ക്വയർ, സൈഡിലോട്ട് പോകുന്നതിൽ ഒരു സ്ക്വയർ, ഈ സൈഡിലോട്ടാണ് ഒരു സ്ക്വയർ. യെസ്, ഇതാണ് കിങ്ങിന്റെ റോള്. പിന്നെ കിങ്ങിന് സൈഡിലോട്ട് പോകാൻ പറ്റും, അതും ഒരു സ്ക്വയറേ പോകാൻ പറ്റുള്ളൂ വെർട്ടിക്കലായിട്ട്. ബാക്കിലോട്ടും അതേപോലെ തന്നെ വെർട്ടിക്കലായിട്ട് പോകാൻ പറ്റും കിങ്ങിന്. യെസ്, അതാണ് കിങ്ങിന്റെ റൂള്. കിങ്ങും വളരെ സിമ്പിളാണ്. ഓക്കെ യെസ്, അപ്പോൾ ഞാൻ ഫുൾ റൂള് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ബാക്കി എല്ലാം മറ്റേ 3 കോയിൻസ് ആണ്. നിങ്ങൾക്ക് ഏതെങ്കിലും ഒന്നിന്റെ റൂള് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക. ഞാൻ എൻ്റെ അടുത്ത വീഡിയോ ഒരു ചെസ് ഗെയിമിന്റെ വീഡിയോ ആയിരിക്കും, അപ്പോൾ ഞാൻ ഇതിൽ നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത്രയാണ് റൂൾസ് ഓരോ കോയിനിന്റെയും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ബാക്കിലോട്ട് പോയി നോക്കിയാൽ മതി, നിങ്ങൾക്ക് മനസ്സിലാകും. ഞാൻ വളരെ എളുപ്പമായിട്ടാണ് നിങ്ങൾ പറഞ്ഞു തന്നിട്ടുള്ളത്. പിന്നെ നമുക്ക് ബിഷപ്പ് പറഞ്ഞപ്പോൾ ചെറിയൊരു മിസ്റ്റേക്ക് വന്നു. ബിഷപ്പ് നമുക്ക് എത്ര മൂവ് വേണോ പോവാം, അതായത് ഇപ്പോൾ ഇവിടെയാണ് ഇരിക്കുന്നതെങ്കിൽ ഇവിടെ പോകാം, ഇവിടെ പോകാം. ഓക്കെ, അപ്പോൾ നമുക്കിനി നമ്മളെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. നിങ്ങൾക്ക് എല്ലാം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇല്ലെങ്കിൽ താഴെ കമന്റ് ചെയ്യുക. ഓക്കെ, കമന്റ് അറിയിക്കുക, ഞാൻ അടുത്ത വീഡിയോ ക്ലിയർ ചെയ്യും. ഓക്കെ ഗൈസ്, അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഉറപ്പായും ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് എന്താ വേണം. ദിസ് ഇസ് അഭിനവ് സൈനിങ് ഓഫ്.